നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഗ്രില്ല് കണ്ടോ, എഞ്ചിൻ്റെ ഓയിൽ കുറച്ചൊന്ന് ചോർത്തി നോക്കി വെള്ളത്തിൽ നമ്മളെ ഒരു തുണ്ട് അങ്ങനെ സ്പ്രെഡായി പോണില്ല. രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റിയിട്ട് മാറിയതിന് ശേഷം ഇല്ലെങ്കിൽ എയർ ഇറങ്ങിപ്പോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ മുത്തിന്റെ സ്കൂളിലേക്ക് ആയിട്ട് പോകണം അല്ലേ? അവിടെ എന്തിനാ പോണത് നമ്മള്? ബുക്ക് അങ്ങനെ യൂണിഫോം കിട്ടാൻ ഞാൻ യൂണിഫോം ഇത്തിരി ലേറ്റ് ആയിട്ട് ഇരിക്കുന്ന എന്നിട്ട് സ്കൂളിലേക്ക് കളർ ഡ്രസ് ഇട്ട് പോകാന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ യൂണിഫോം ഇട്ടിട്ട് പോകേണ്ട വരും മിക്കവാറും. അതുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ യൂണിഫോമിന്റെ അളവ് തെറ്റാണെങ്കിൽ നമുക്ക് വീണ്ടും തയ്പ്പിക്കാൻ കൊടുക്കാം. അത് ശരിയാണെന്ന് അറിയില്ല നമ്മളിപ്പോ പോണേ. അല്ല അത് തന്നെയല്ല, അത് തന്നെയല്ല എനിക്ക് തോന്നുന്നു മുത്തിന്റെ സ്കൂളിലേക്ക് വണ്ടി കയറില്ല എന്നുള്ളത് അറിയില്ല. മഴ പെയ്തിട്ട് എനിക്ക് മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചെളി പിള്ളി അളി പിള്ളിയായിട്ടാണ് ഇവന്റെ സ്കൂളിന്റെ ഫ്രണ്ടേജ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ ആ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നീന്തി കയറേണ്ടത്. ഞാൻ പഴയ റോഡുണ്ടല്ലോ, റോഡുണ്ട്. ഇതാ ചെരുപ്പാ, അതല്ല ചെരുപ്പല്ലേ ഇത്. ഏത് പാന്റാ? കീറിയ പാന്റ് മോഡലല്ലേടാ? അതുപോലെ അറിയാം. ഇപ്പൊ അമ്മയും മോഡൽ തന്നെയാ, എല്ലാവരും കീറിയ പാന്റാ. നിന്റെ വല്ലതും കീറിയുണ്ടാ? അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകണം കേട്ടോ. ഇന്നെങ്കിലും പണി തീർത്ത് പോകണമെന്നില്ലെങ്കിൽ ഇല്ലേ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം പണി തീർക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നിന്നിട്ട് പരിപാടികളൊക്കെ തീർക്കണം എന്ന് വെച്ചിട്ടാണ് നിൽക്കണം. അത് തന്നെയല്ല, അത് കൂടാണ്ട് ഇന്ന് പണി തീരില്ല. കാരണം കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെൽഡ് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കയറ്റണം. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം വെൽഡിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുത്തിൻ്റെ സ്കൂളിലത്തെ പരിപാടി കഴിഞ്ഞ് മുത്ത് പോരുണ്ടോ ഞങ്ങളുടെ ഒപ്പം? നിങ്ങളില്ലപ്പോ? അപ്പൊ പിന്നെ എങ്ങനെ നമ്മള് വണ്ടി അവിടെ നിന്ന് എടുക്കണ്ടേ? അവിടെ പോയിട്ട് പ്രതിഷേധത്തിന് വണ്ടിയുടെ പിന്നാലെ പോകും. ഞാൻ വണ്ടിയുടെ ഉള്ളില് കാറിലിരുന്ന് മടുത്തു പോവാ. അപ്പൊ നിനക്ക് അവിടെ മറ്റേ ഇതില്ലേ ലോഞ്ചിൽ ചെന്നിരുന്നൂടെ? വെറുതെ ഇരിക്കണ്ടേ? അത് വേണം. ബാ എന്തായാലും ബാ, നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്തായാലും ആദ്യം മുത്തിന്റെ സ്കൂളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ മുത്തിൻ്റെ സ്കൂൾ. ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇതാണ് സന്ദീപനി വിദ്യാനികേതൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ. ഇതൊരു ബ്ലോക്ക്, ഇത് UP ബ്ലോക്ക്, LP ബ്ലോക്ക് ഇതിൻ്റെ അപ്പുറത്തെ മരത്തിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളിത് വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് നേരെ ഇനി ബുക്ക് മേടിക്കാൻ പോവാണ് കേട്ടോ. ബുക്കുകൾ എടുത്ത് വെച്ചാണോ? അത് മൊത്തം ഇനി പഠിക്കാനുള്ളതാണ് കേട്ടോ. നിനക്കുള്ള കെട്ട് ഇത്രയും ബുക്കുണ്ട്. ഇത് മുഴുവൻ എഴുതിയും തീർക്കണം, പഠിച്ചും തീർക്കണം. പറ്റില്ലേ? പഠിച്ചു തീർത്തോളോ. ഇതെന്ത് നിധിയാണ് പഠിക്കാൻ പോണ? ബുക്കൊക്കെ എടുത്ത് തുറന്നു നോക്കണം. അപ്പൊ ബുക്കിന്റെ എണ്ണം കൂടി. നിന്റെ ഇവിടെ പുല്ലൊക്കെ വിരിക്കണ്ടല്ലോടാ മുറ്റത്ത് മൊത്തം. സ്കൂള് കുറയും. അതുമ്പോ ചെളിയൊന്നാവില്ല. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെളിയൊന്നാവില്ല. ഇത് ഇപ്പൊ മുകളില് കൊണ്ടുവരുന്നതുകൊണ്ടുള്ളതാണ്. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തുണ്ട് കുഴപ്പമില്ല. ഇതാണ് ഏട്ടാ മുത്തിന്റെ സ്കൂള്. ഇവിടെ അസംബ്ലി നടക്കുമ്പോൾ ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അസംബ്ലി ഉണ്ടാവില്ലേ? മഴ പെയ്ത് അസംബ്ലി ഉണ്ടാവില്ലേ? ക്ലാസ്സിൽ കയറും. അപ്പോൾ ഇവിടെ ഒരു പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതാ കഴിഞ്ഞില്ലേ? എന്നിട്ട് ഈ ബുക്കൊക്കെ തുറന്നു നോക്കാനുള്ള എന്തായാലും ബുക്കുകളൊക്കെ നോക്കട്ടെ. ഏതാ ടഫായിട്ട് തോന്നുന്നു ബുക്കിന്റെ വലിപ്പം? ഇത് മാത്സ്. ഇതേതായിരുന്നു? ജനറൽ, ഗ്രാമർ, പിന്നെ എന്നിട്ടാ ഹിന്ദി ബുക്ക്. വണ്ടം ബുക്ക് അല്ലേ? 2 ഉണ്ട്. പിന്നെ ഏതൊക്കെയാ? ബയോളജി. പിന്നെ എന്നിട്ട് കെമിസ്ട്രി. ഇംഗ്ലീഷ്. ഫിസിക്സ്. ഹിസ്റ്ററി കഴിഞ്ഞു. ഹിസ്റ്ററിക്ക് എനിക്ക് വേണം. ഇതെന്താ? കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വിത്ത് റോബോട്ട്. രണ്ട് ബുക്ക് ഉണ്ട് ഇതില്. രണ്ടും പിന്നെ വേറൊരു കുഞ്ഞു ബുക്കും. ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതിനകത്ത്. ബാക്കിയുള്ളതൊന്നും നിനക്ക് ആവശ്യമില്ല. ഇത് പിന്നെ മറ്റേ സ്റ്റെപ്പ് കഴിഞ്ഞ കൊല്ലത്തെ റിവൈസ് ചെയ്യണ ബുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ പോവാന്നോ? അപ്പോൾ അടുത്തടുത്ത പരിപാടിക്ക് പോവാം.
എന്തുണ്ടായേ? 6th സ്റ്റാൻഡേർഡ് വരെ മലയാളവും ഹിന്ദിയും ഉള്ളൂ. 7th ഹിന്ദി അല്ലെങ്കിൽ മലയാളം ഓപ്ഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹിന്ദി എടുത്തോടാന്ന് പറഞ്ഞ് ഹിന്ദി എടുത്തു. കഴിഞ്ഞ പോലെ വളരെ ഈസി ആയിരുന്നു, കുഞ്ഞു ബുക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല മുട്ടമണി കിട്ടി. കുഴപ്പമില്ല. ഹാപ്പി അല്ലടാ മോനെ? ഹാപ്പി അല്ലടാ ഈ കൊല്ലം തീർന്നോടുകൂടി മുത്തി ഹിന്ദി ആറാവും. മോനെ ഹാപ്പി അല്ലടാ? ആ അപ്പൊ പിന്നെ അത് മതി, കുഴപ്പമില്ല. വാ എടുക്ക്, ബുക്ക് എടുക്ക്, മുത്ത് ബുക്ക് എടുത്തോ. ഇനി യൂണിഫോം എടുക്ക്. യൂണിഫോം ഇവനാണ് അളവ് പറഞ്ഞു കൊടുത്തത്. ഇട്ട് നോക്കണം കേട്ടോ. അത് ഇവിടെ ഇട്ട് നോക്കാൻ പറ്റില്ല അതിന്. ആ മുത്തിന്റെ യൂണിഫോം എത്ര ജോഡി വെച്ച്? 2. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇട്ട് നോക്കിയിട്ട് ഇട്ടിട്ടേ കറക്റ്റ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ മോനെ? ഹാപ്പി അല്ലടാ? പോവാ. എയ്റ്റ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ എ ക്ലാസ്സിലാവും. അപ്പൊ നീ എ അല്ലേ? ഉണ്ടാവും, അതായിരിക്കും. നിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണട്ടെ ഞാൻ. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തിന്റെ സ്കൂളിലേക്ക് ഈ പറഞ്ഞ പോലെ ചെളിയായിട്ട് വരാൻ പറ്റില്ല. മൊത്തം അവിടെ ഇവിടെ ഒക്കെ ചെളിയാവും. ഇപ്പം അതൊന്നും പ്രശ്നമില്ല. ഇപ്പം എല്ലായിടത്തും ഓക്കെ ആയി. കുറേ കോറി വേസ്റ്റും സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റായി. തുറന്നോ? അങ്ങനെ ഒരു ലോഡ് ബുക്കും കിട്ടിയുണ്ട്, യൂണിഫോമും കിട്ടിയിട്ടുണ്ട് മുത്തിന് പഠിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ മുത്തിന് പഠിത്തം തുടങ്ങാട്ടോ. ബുക്കില്ല, പിന്നെ എങ്ങനെ പഠിക്കും? അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് എന്നിട്ടാ ലോങ് ജമ്പ് ചാടുന്ന സംഭവം. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അങ്ങോട്ട് ഉപയോഗിക്കണില്ല. ഇത്രയും ഗ്രൗണ്ട് ഉണ്ടായിട്ട് പുല്ലൊക്കെ മുളച്ച് നല്ല അടിപൊളിയായിട്ട്. ഇതാണ് LP ബ്ലോക്ക്. ഇത് രണ്ടാമത്തെ ബ്ലോക്ക്. ഇത് LP ബ്ലോക്ക്. കളറൊക്കെ മാറ്റിയല്ലേ ഒരു സ്കൂളിലല്ലേ? ഇതപ്പോ കഴിഞ്ഞ എന്തായിരുന്നു കളറ്? വൈറ്റ് അല്ലായിരുന്നോ? അതെ, സ്കൂളിന്റെ കോമ്പൗണ്ട് ഒക്കെ വണ്ട കോമ്പൗണ്ട് ഭയങ്കര സംഭവം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഒക്കെ കുറച്ച് ഇനി മറ്റേ കോറി വേസ്റ്റ് എന്തെങ്കിലും അടിച്ചാൽ അല്ലെങ്കിൽ കട്ടയൊക്കെ വിരിച്ച് ഭംഗിയാക്കണം. ആകെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് സ്ഥലത്തൊന്നും കുഴപ്പമില്ല, കുറച്ച് സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, നേരെ ഇനിയിപ്പോ നമുക്ക് വണ്ടിയുടെ അടുക്ക് വിടാം കേട്ടോ. കാച്ചേരി വഴി എത്തിയപ്പോഴത്തേക്ക് മുത്ത് പറഞ്ഞു വണ്ടി തിരിച്ചോ. ഞാൻ കാച്ചേരിയിൽ നിന്നോളാന്നും പറഞ്ഞു. അങ്ങനെ മുത്ത് കാച്ചേരി പോയിട്ടാ. അവനെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കടയിൽ നിൽക്കാൻ നല്ല ഇഷ്ടാ. അതെ, പിന്നെ അപ്പന്റെ പാരമ്പര്യത്തിലായാലും കച്ചവടാണേ. അവര് പാരമ്പര്യം കിട്ടില്ലോ. പ്രതിഷേധ പപ്പയ്ക്കൊക്കെ പലചരക്ക് കടയായിരുന്നു കേട്ടാ. അപ്പൊ ഒരു ചോര തന്നെയല്ലേ അവന്റെയും. അപ്പൊ അത് കാരണം വലിയ ഇഷ്ട കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കാനും ഒക്കെ. അപ്പൊ അവൻ അവിടെ നിന്നു. പിന്നെ സ്കൂളും തുറക്കാറായല്ലോ, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, വെക്കേഷന്റെ സമയത്ത് ഒന്നും അങ്ങനെ നിന്നിട്ടില്ലേ? പ്രതീക്ഷയുടെ ലോറിയിൽ പോകുമ്പോ ഞാനും കൂടി നിൽക്കും. പക്ഷെ ഞാനുള്ളപ്പോ അവനവിടെ നിൽക്കണത് ഇഷ്ടമില്ല. കാരണം അമ്മാമ്മയായിട്ട് ഞാൻ കുറെ നേരം വർത്താനം പറയുമ്പോ എനിക്ക് വർത്താനം സമയം കിട്ടില്ല, എനിക്ക് വർത്താനം പറയാൻ സമയം കിട്ടില്ല എന്ന് പറയും. പരാതിയാ. അപ്പൊ ഞാനില്ലാണ്ട് അവനെ നിക്കണതാണ് അവിടെ ഇഷ്ടം. അപ്പൊ പോയി നിക്കട്ടെ. പേരക്കുട്ടികൾക്ക് അപ്പാപ്പന്മാരെ അമ്മാമ്മമാരെയൊക്കെ പ്രത്യേക ഇഷ്ടമാണല്ലോ. ഇപ്പൊ കിട്ടിയ ബുക്കില്ല. അത് ശരിയാ. അതങ്ങനെ അങ്ങനെ അപ്പൊ നടത്ര ഹൈവേയിലെത്തിയിട്ടാ. സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12:30 നമ്മള് നന്നായിട്ട് നേരമായി സ്കൂളിലൊക്കെ പോയ കാരണം. നേരത്തെ ആയിരുന്നെങ്കിൽ വണ്ടിയുടെ ഇനിയിപ്പോ എവിടം വരെ ആയി എന്നൊന്നും സംഭവം അറിയില്ല. അതെ, ഇന്നലെ നമ്മളവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഓരോ സാധനങ്ങള് മാറ്റുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പൈസ ലാഭിച്ചില്ല നമ്മള്. നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അതെ, ഇന്നിപ്പോ അങ്ങനെ മാറ്റേണ്ട കേസുകളൊന്നും ഇല്ല. ബെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കി ഇത് ചെയ്യേണ്ട കേസുകളുള്ളൂ. പിന്നെ ബാക്കിയുള്ള സീലുകളും കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റിയേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് മാറ്റാനുള്ളതായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എഴുതി കൊടുത്ത സാധനങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് കാരണം നോക്കുക, പോയിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. റോഡൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ? അതെന്താ? ഇന്നലൊക്കെ മഴ പെയ്തിപ്പോ മഴ പെയ്യാണ്ട് ഇങ്ങനെ നിക്കുമ്പേ ഒരു പച്ചപ്പ്, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന റോഡും നല്ല രസം കാണാൻ. ഹരിതാപുണ്ടോ? അതെ, പച്ചപ്പും ഹരിതാപും നന്നായിട്ട് കാണുന്നു. അവിടെ വണ്ടികൾ സർവീസിന് കൊണ്ടിട്ടുള്ളതാണ് റോഡ് സൈഡിൽ മൊത്തം. ഇതൊന്നും ഉള്ളിൽ കയറിയിടാൻ സ്ഥലമില്ല. ഏഷ്യറാണ് ഈ വണ്ടി കണ്ടമാനം വിൽക്കണുണ്ട്, സർവീസ് സെന്റർ ചെറുതുമാണ്. അതാണ് പ്രശ്നം.
അങ്ങനെ ഞങ്ങള് വീണ്ടും ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്ക് എത്തിയിരിക്കണേ. ഈ ഡക്കത്തലോളിൽ നിനക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഷൂ നോക്കി നോക്കാം. നിതിൻ പറഞ്ഞായിരുന്നു ചേട്ടന്റെ അടുത്ത് അവൻ ഉപയോഗിക്കണ ഷൂ പറഞ്ഞ ഡക്കത്തലോണ്ട് ഇത്ര 6 കൊല്ലം ഒരു കംപ്ലൈന്റും ഇല്ല. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എനിക്ക് പക്ഷെ അങ്ങനെ അത്ര ക്വാളിറ്റി ഉള്ള നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഒരു ഓറിങ് പോയിട്ടൊന്നൊരു ഡൗട്ട് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ഓയിൽ കുറച്ചൊന്ന് ചോർത്തി നോക്കി. കുറച്ച് ചോർത്തിയിട്ട് നമുക്കത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ഒരു തുണ്ട് ഒറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് സ്പ്രെഡായി കഴിഞ്ഞാൽ ഡീസൽ നന്നായിട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് അങ്ങനെ സ്പ്രെഡായി പോണില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ നോക്കിയതിന് ശേഷം ഒരു റൗണ്ട് കൂടി ഓടി വന്നതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഓയിൽ എന്താ പറയുക കൂടെ ഉണ്ടെങ്കിൽ മാത്രം മാറ്റാമെന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കണം. ഞാനത് ചെരിഞ്ഞ് നിന്നപ്പോൾ നോക്കിയത് കൊണ്ടാണോ ഈ പറഞ്ഞ പോലെ തന്നെ ഓയിൽ കൂടുതൽ കാണിച്ചതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് നോക്കി. ഇപ്പോൾ ഓയിൽ കുറച്ച് ചോർത്തി നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു തുണ്ട് പോലും ഡീസലിൻ്റെ മഴ അതിനകത്ത് കാണുന്നില്ല. ഉണ്ടെങ്കിൽ സ്പ്രെഡ് ആയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇതിന് നമ്മൾ ഇല്ലാണ്ട് വെറുതെ പമ്പും സാധനങ്ങളും അഴിച്ച് വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം നോക്കി ഒരു 1-2 റൗണ്ട് ഓടി നോക്കിയിട്ട് ഡീസൽ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഡീസലല്ല ഓയിൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തായാലും കറക്റ്റ് ലെവലിൽ നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഡീസൽ മിക്സ് ആണെങ്കിൽ ഇത് സ്പ്രെഡായി അങ്ങോട്ട് പോകും. ഇത് കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ആവശ്യമില്ലാണ്ട് നമ്മൾ ഒരു സംശയം വിചാരിച്ചിട്ടേ വെറുതെ ആവശ്യമില്ലാതെ പമ്പും സാധനങ്ങൾ അയച്ച് ഓറിങ്ങൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വെറുതെ അഡീഷണൽ ചിലവാണ്. ഇല്ലാത്ത സംഭവത്തിന് നമ്മൾ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി നോക്കട്ടെ, കൺഫേം ആയതിനു ശേഷം തീരുമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വീലുണ്ടല്ലോ, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ മാറ്റി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റിയത് കിടക്കണം. മെഴ്സിഡസ് ബെൻസ് മാറി സാധാ ഇടേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചെറിയ പിടുത്തം നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ വീല് ഫ്രീ അല്ലെങ്കിൽ ചൂടാവുകയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും മാറ്റി. പിന്നെ നമ്മൾ വേറൊരു സംഭവം മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെല്ലോൻ്റെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലോൻ്റെ സൈഡിലൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് കുറേ പഴക്കമായി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു ചെറിയ ലീക്ക്. പക്ഷേ അത് ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നു. സാധാരണ പഞ്ചർ ഒട്ടിക്കുന്ന സാധനത്തിലൊക്കെ മിനി സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ കുറേ പൈസ ലാഭം കിട്ടിയത്. 8000 രൂപയുടെ അടുത്ത് കണ്ട ഈ സാധനത്തിന് കണ്ട് വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല, മാറിയതിന് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ എയർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഈ ലിഫ്റ്റ് പമ്പ് കറക്റ്റായിട്ട്, ലിഫ്റ്റ് പമ്പല്ല ലിഫ്റ്റ് ടയർ കറക്റ്റായിട്ട് കൊണ്ടാണ്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇപ്പോൾ നമ്മളുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. എയറുള്ള ടയർ ഉള്ളിലേക്കാണോ ഇട്ടിട്ടുള്ളത്? ഒരു ടയറിന് എയറുള്ള ടയർ ഉള്ളിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അതെന്തായാലും കൊണ്ടൊന്ന് മറച്ച് നിറയ്ക്കേണ്ട വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഈ സാധനം മറച്ച് നിറയ്ക്കണം എന്തായാലും. ഇത് കണ്ടു, അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഇതൊക്കെ ചിലപ്പോൾ തവിട്ട് പൊടിയായി പോകും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. പിന്നെ ഇപ്പോൾ ഈ സൈഡിലിട്ടുള്ള 2 ടയറും ജോഡിയാണ്, ഇതും ജോഡിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബ്രേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഫുൾ സാധനങ്ങളും പണികളും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ. ചേട്ടാ ഈ ബ്രേക്ക് സെറ്റിംഗ് അല്ലേ, ബാലൻസ് ഉള്ള ബ്രേക്ക് അല്ലേ? അങ്ങനെ പിന്നെ ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ അത് നോക്കാനുള്ളത്. പിന്നെ ഇവിടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ടയർ ഇതിന് ജോഡി ഇത് തന്നെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പുത്തൻ ടയർ ഒരെണ്ണം മേടിച്ചിട്ടുള്ളത് ഈ ടയറിലേക്ക് ജോഡിയാക്കി. കാരണം ഇത് എയറുള്ള സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പേടിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ടയറിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്റ്റെപ്പിനായിട്ട് തന്നെ അങ്ങനെ വെച്ചേക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പേടിക്കണ്ട, വീല് ചൂടാവുക അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുമ്പോൾ കയറി പിടിക്കുക, ഈ വക ഒരു സംഭവങ്ങളും നോക്കണ്ട. വീലിൻ്റെ ഭാഗം 100% ഓക്കെ. ഓയിൽ നമ്മൾ ഇപ്പോൾ മാറ്റണില്ല. ഓയിലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. ആ തന്നെയല്ല, ക്വാളിറ്റിയും കാര്യങ്ങളും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിച്ചതാണ്. ഈ സംഭവം ഒന്ന് നോക്കിയതിന് ശേഷം, അതായത് ഇനി ഡീസൽ അങ്ങനെയായിട്ട് ചെറുതായിട്ട് അങ്ങനെ മിക്സ് ആവേണ്ട കൂടെ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇനി അതിനകത്തേക്ക് ഇങ്ങനെ ചെറിയ തോതിലെങ്കിലും മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അറ്റിപ്പണി പണിയേണ്ടി വരും. വീണ്ടും ആ ഡീസൽ ഫിൽറ്ററും സാധനങ്ങളും മറ്റേ ഓയിലും എല്ലാം മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് എന്തായാലും നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കട്ടെ കാര്യങ്ങൾ. നമ്മുടെ ഈ വെള്ളം മാറ്റിയിട്ടുള്ളത് ഇതിലെയാണ് കേട്ടോ. ഇതാണ് വെള്ളം മാറ്റിയത്, കുത്തനിട്ട് നമ്മൾ. അപ്പോൾ അത് തന്നെ പിന്നെ ഇനിയിപ്പോൾ അത് നോക്കണ്ട. ഇതിനൊന്നും വേറെ കുഴപ്പമില്ല. ഇത് ചെറിയ ഓട്ടം വന്നു കഴിഞ്ഞാലേ, ഒരു കല്ലടിച്ചിട്ടായാലും ഓട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൗസർ പൊളിയാന്ന് പറയില്ലേ, എന്താണ് ഇതിൻ്റെയൊക്കെ വില എന്നറിയും. ഇതിപ്പോൾ ചെറുതിന് 8000 രൂപ വിലയുണ്ടെങ്കിൽ വലുതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ 2 ഇരട്ടി വിലയുണ്ടാവും. 2 ഇരട്ടി പോരാ, അധികം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിയിൽ നിന്ന് ഒരു കല്ലടിച്ചാൽ മതി. എന്തായാലും ഈ ടയർ മറച്ച് നിറയ്ക്കുകയും വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ ചാൻസ് ഇതെങ്ങനെയും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് എങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യിക്കണം. പിന്നെ അതുപോലെ എന്തിട്ടാ വേറെ വെൽഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
കഴിഞ്ഞ പ്രാവശ്യം മരം കയറ്റിയപ്പോൾ അതിനകത്തേക്ക് ജാമായിട്ട് കുറച്ച് ഇങ്ങോട്ട് അകന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ 1-2 അല്ലറ ചില്ലറ. പിന്നെ പറ്റുകയാണെങ്കിൽ ഇവിടെയും ഒരു ചെറിയ വെൽഡിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഗ്രീസ് ചെയ്തായിരുന്നു അങ്ങനെ മറ്റേ ഗിയറിൻ്റെ പിന്നെ നോബ് മാറ്റിയോ? നോബ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോബ് മാറ്റി. പിന്നെ ഇപ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് ഊറ്റിയായിരുന്നില്ലേ, അത് ലെവൽ ചെയ്തിട്ട് ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് ലെവൽ എത്രയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവലിൽ നിർത്തി നമ്മൾ കറക്റ്റ് ഒഴിച്ചതിന് ശേഷം ഇനി എപ്പോൾ ഓയിൽ നോക്കുകയാണെങ്കിൽ ലെവലിൽ മാത്രം നിർത്തി അങ്ങോട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കൂടിയോ കുറഞ്ഞോ എന്നുള്ളൊരു ഐഡിയ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. അവരുടെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ വെൽഡ് ചെയ്യുന്ന സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോഡിയുടെ വെൽഡിങ്ങും അതുപോലെ 2-3 നമ്മുടെ ആ ഹുക്ക് വെൽഡിങ് അതൊക്കെ വണ്ടിയിൽ മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ പണിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പുറത്ത് പോയിട്ടും ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുവന്ന് അവിടെ കയറ്റുകയും ചെയ്യാമേ. അപ്പോൾ അങ്ങോട്ട് പോയി ചോദിക്കാം. ഞങ്ങൾ വെൽഡിങ് വർക്ക്ഷോപ്പ് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ വശത്തൊക്കെ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകൾ കിട്ടും. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മുതൽ നമ്മൾ വർക്ക്ഷോപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെൽഡിങ് വർക്ക്ഷോപ്പൊന്നും ഇത്ര അധികം ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വന്നു. അപ്പോൾ ഇവിടെ വെൽഡ് ചെയ്യാനായിട്ട് ഇന്ന് ഒഴിവില്ല. 2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഒഴിവില്ല. നാളെ കൊണ്ടുവന്നാൽ മതി. ഇന്ന് എന്തായാലും നമ്മുടെ പണി കഴിയുമ്പോഴൊക്കെ വൈകുന്നേരമാവും. പിന്നെ ഇപ്പോൾ നാളെ ഓട്ടത്തിന് വേണ്ടി ഇവിടെ ഇടുമ്പോൾ എന്തായാലും ഓട്ടം റെഡി ആവണേക്കാളും മുന്നേ ആണെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യിക്കാം. ചെറിയ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പരിപാടി ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്ന് ഓടാൻ നിൽക്കണമല്ലോ. വണ്ടി പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഇത് കഴിയിട്ട് ആദ്യം എന്നിട്ട് വേണം അടുത്തത്. അവിടുത്തെ ബില്ലൊന്നും കിട്ടിയിട്ടില്ല. എന്താവണോ പാവം കുട്ടി ഗെയിം കളിക്കാട്ടോ. എന്തൊരു ഇതാ നോക്കി കുട്ടിയുടെ ഒരു കാര്യം. എന്താ ഇതേത് വണ്ടികളൊക്കെ ഓട്ടില്ലാണ്ട് കയറ്റി നിർത്തിക്കണ്ടോ. ടിപ്പറുകൾ നോക്കിയാൽ ഇതേ ഏത് വർക്ക്ഷോപ്പിൽ ചെന്നാലും ടിപ്പറുകൾ ഇപ്പൊ ടെസ്റ്റിന് നിർത്തുന്ന സമയം അങ്ങനെയൊക്കെയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ പണിയില്ലാത്ത സമയല്ലേ. അത് തന്നെ പണിയില്ലാത്ത സമയമായ കാരണം വണ്ടികൾ പണിക്ക് കയറ്റുന്ന സമയം എന്ന് പറയില്ലേ. ശരിക്കും നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് നല്ല വഴി ഉണ്ടായിരുന്നു, അതിലെ പോവാം. പക്ഷെ വെള്ളവും ചൊളിയും കിടക്കണ കണ്ടപ്പോ ഈ വഴിക്ക് പോരാനൊരാഗ്രഹം. പാലിയക്കര ടോൾ പ്ലാസയുടെ സൈഡിൽ കൂടെ കട്ട് ചെയ്യുന്ന വഴിയാണ് കേട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പാട്ടത്തേക്ക് അപ്പൊ ഈ പാട്ട കളയാനാണ് ഉദ്ദേശിക്കണത്. ഉദ്ദേശിക്കണേ ഇല്ല. നമ്മൾ പാലിയക്കര ടോൾ പ്ലാസയുടെ അവിടെ വരെ വന്നു കേട്ടോ. ടോൾ പ്ലാസയിൽ കയറി കുറച്ച് വിവരങ്ങൾ അന്വേഷിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സമയം കിട്ടുമ്പോൾ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അത് തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ 2 ഫാസ്റ്റാഗ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്ന് കേസ് നമ്പറിൽ അടിച്ചിട്ടുള്ളതും ഒന്ന് നമ്പറിൽ അടിച്ചിട്ടുള്ളതും. അപ്പോൾ അത് രണ്ടും റീഡാവും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ ബാലൻസ് പൈസ എത്രയാണ് ഉള്ളതെന്ന് നോക്കിയതിന് ശേഷമാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയിട്ടാണ് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ അതിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇവർക്ക് കേസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് അത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല. നിസ്സാര പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ പൈസ ഒന്നും കമ്പനിക്കാർ കയറ്റി ഉണ്ടാവില്ല. അതിനകത്ത് 250 350 നമ്മൾ ഇതേവരെ ഓടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് ടൈം പോണ സമയത്ത് കാർഡ് എന്താ പറയുക നമുക്ക് കാണിച്ചു കൊടുത്തു നോക്കാം. അപ്പോൾ ആ സമയത്ത് റീഡ് ആവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ ഇതിനായിട്ട് നമ്മൾ മുകളിൽ പോയി ചോദിച്ചു സമയമുള്ള കാരണമാണ് ചെന്നത്. പക്ഷേ രണ്ടാമത് അതിനായിട്ട് ഇനി പോയി ചോദിക്കാനും നിൽക്കണില്ല. എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കില്ല. പക്ഷെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വിശക്കും. ഇനി ഇതൊക്കെ എന്നിട്ട് വേണമെന്ന് പറഞ്ഞ് പപ്സ് അതിന് വേണ്ടി മാത്രം കയറിയില്ലേ. ഇപ്പോൾ വാ സാൻഡ്വിച്ച് മധുരമുള്ളത് അന്വേഷിച്ചിറങ്ങിയത്. അപ്പം ഇതാ കിട്ടിയത് മധുരം ഇല്ലാത്തത്. എന്നാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ. എനിക്കും ഇഷ്ടപ്പെട്ടു. മറുപടിയും കഴിക്കാം. നീ ഇത് എപ്പോഴും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ഇത് അടുത്ത പപ്സും കൂടി അടിച്ചു. സാൻഡ്വിച്ച് അടിച്ചു, പപ്സ് അടിച്ചു. പിന്നെ ഞാനൊരു മുന്തിരി ജ്യൂസ് കഴിക്കുക, അതും കൂടി കഴിച്ചു. ആദ്യം ആളാട്ടാണ് എപ്പോഴും. ഇനി നീ ഡയറ്റ് എന്നുള്ള കാര്യം ഇവിടെ പറയരുത്, മനസ്സിലായോ? ഞാനൊരു കടി കടിച്ചു. നമ്മൾ തമാശ പറയുക, ആൾക്കാർ ആയിരിക്കും ഏച്ചികളെന്ന്. മിണ്ടാണ്ടിരിക്കും. മതി, നിർത്തി ഞങ്ങൾ ജ്യൂസ് കുടിക്കട്ടെ. മതി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉച്ചകാലത്തെ ഫുഡ് ലേറ്റാക്കി. വളരെ ലേറ്റായിട്ടുള്ള ഫുഡ് അല്ല. അങ്ങനെ ഒരു പപ്സും ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും വളരെ സിമ്പിളായിട്ട് ലേറ്റായിട്ട്. ചോറുണ്ടില്ല അന്ന്. അതിനേക്കാളും കൂടുതൽ വിഭവം അടിച്ച് കയറ്റി. അതിനും കൂടുതൽ വിഭവം അടിച്ച് കയറ്റിന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡക്കത്തലോണില് ഷൂ നോക്കാൻ പോകാം. നമുക്ക് തൊട്ടടുത്ത് തന്നെയല്ലേ. ഷൂ വല്ലതും നല്ലതുണ്ടോ നോക്കാം, വെറുതെ നോക്കാം. അത് തന്നെയല്ല മഴക്കാലം വല്ല ആവശ്യമുള്ള വേറെ വല്ല സാധനങ്ങളായാലും ചിലപ്പോൾ നമ്മൾ നോക്കിയാലാണ് നമുക്ക് ആവശ്യങ്ങൾ വരുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം.
അത് തന്നെയല്ല ഇതിൽ വേറൊരു ഗുണമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാനായിട്ട് നോക്കിയേ ഇവിടുന്ന് എത്തിച്ച് നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ പണി എന്തായി എന്നുള്ളത് അറിയുകയും ചെയ്യാം. ഈ പിള്ളേർക്ക് കളിക്കാനുള്ള വേറെ സംഭവം ഉണ്ട്. ചാടാൻ എങ്ങനെയാണോ പൈസ അതിനൊക്കെ കേറി ചാടാനല്ല വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകാനോ? അല്ലല്ല, ഇവിടെ ചാടാൻ കളിക്കാൻ പറ്റും, ചാടി കളിക്കാൻ പറ്റും. ചാടക്കത്താനുകളിൽ വെറുതെ കയറി ഇറങ്ങി പോലെ ഒരു സാധനം ഉണ്ടാകില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനങ്ങളും കണ്ടില്ല അല്ലേ. നിലവിൽ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ട്രയൽ ഓടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ട്രയൽ ഓടിക്കാനായിട്ട് പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ വീലിൻ്റെ കപ്പുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ എയറും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് അവൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രയൽ റണ്ണ് ഓടിച്ച് വന്നു കഴിഞ്ഞാലാണ് വീലിന് വല്ല പിടുത്തമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അല്ല ഇനിയിപ്പോൾ വീല് ചവിട്ടുമ്പോൾ ബ്രേക്കൊക്കെ സെറ്റ് ചെയ്താണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെഷീനറി ഉപയോഗിച്ച് കറക്റ്റ് എത്ര MM ആണ് തിക്നെസ്, മറ്റേ ബെയറിങ്ങിൻ്റെ ഇതൊക്കെ കഴിച്ചിട്ട് ക്ലിയറൻസ് ഇടുന്നത്. അപ്പോൾ എല്ലാ വീലും കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുന്നു. മറ്റുള്ള സാധാ ഇപ്പോൾ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുമ്പോൾ അവരൊരു കറക്റ്റ് ആവറേജ് നോക്കി അങ്ങനെയൊക്കെ വെക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എല്ലാ മെഷീനിൽ ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടാണ്. അതായത് കാശുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയണു സർവീസ് സെൻറ്ററിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട. വണ്ടിക്ക് അതനുസരിച്ചുള്ള ലൈഫും ഉണ്ടാവും, അതനുസരിച്ച് നമുക്ക് എവിടെയായിട്ട് ഗ്യാരണ്ടി ആയിട്ട് പോയി വരാനും പറ്റും. അപ്പോൾ നമ്മുടെ വീൽ കപ്പുകളൊക്കെ നിലവിൽ ഇവിടെ ഇരിക്കുകയാണ്. അതൊക്കെ ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം വേണം ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ പേടിച്ചത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പമ്പിൻ്റെ ഓറിങ് അങ്ങനെ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഡീസൽ മിക്സ് ആയി ഉണ്ടാവും എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ ഡീസൽ ഓയിലിലേക്ക് മിക്സ് ആയി ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ല. അതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമില്ല. അപ്പോൾ ആദ്യം വണ്ടിയിൽ ഓയിൽ ഒഴിച്ച സമയത്ത് കൂടുതലങ്ങാണ്ട് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. അതാണ് കേക്കിൽ ഓയിൽ അന്ന് മുതൽ കൂടുതൽ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കുറഞ്ഞു വരുമല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുള്ള കിലോമീറ്റർ ഓടിയിട്ടില്ല. ആദ്യം നമ്മൾ 10,000 കിലോമീറ്റർ താഴെയാണ് ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനത് കുറയാനുള്ള സമയം എന്താ പറയുക കിട്ടിയിട്ടില്ല എന്ന് പറയില്ല, അതാണ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ഓയിൽ കുറച്ച് ചോർത്തി ലെവലാക്കി എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ വീൽ കപ്പ് കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓടിച്ച് നോക്കി വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ ഇപ്പോൾ 2 കാര്യങ്ങൾ പ്രശ്നമായിട്ട് നിൽക്കേണ്ടത്. ഒന്ന് ഈ ഒരു ഗ്രില്ല് കണ്ടോ, അത് ഒന്ന് സ്പോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ക്രാക്ക് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ മരം കയറ്റി വന്നപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുളത്ത് ഇടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലേശം ഇങ്ങോട്ട് ഇത് അടുപ്പിക്കണം. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ലേശം അടുപ്പിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുവന്നോ, നാളെ കൊണ്ടുവന്നോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകാരണം കുഴപ്പമില്ല, നാളെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇന്ന് ഈ സമയമായില്ലോ, അപ്പോൾ ചെയ്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല. ടയർ ഭാഗവും കാര്യങ്ങളും ഒന്നും നോക്കാനില്ല. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ ഈ വക സാധനങ്ങളൊക്കെ മാറ്റി ഗിയറിൻ്റെ നോബും കാര്യങ്ങളൊക്കെ പുതിയതിട്ടു. അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക ഒരു സംതൃപ്തിയായി എന്ന് പറയില്ലേ. അല്ലെങ്കിൽ അല്ലറ ചില്ലറ കാര്യങ്ങൾ ഇനിയും ബാലൻസ് അല്ലെങ്കിൽ അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓക്കെ. നമ്മുടെ എന്താ പറയുക ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി മനസ്സിൽ ഓർമ്മയുള്ളതും ഇല്ലാത്തൊക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെല്ലാം തീർത്ത് ഞാനൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഓടിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളുടെ വൈപ്പറിൻ്റെ എല്ലായിടത്തും കറക്റ്റായിട്ട് തുടയ്ക്കണില്ല. അപ്പോൾ സാധനം അത് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ അവർ കണ്ടോ, അങ്ങനെ നിൽക്കണം അത്. അതുകൊണ്ട് തന്നെ പുത്തൻ ഗ്ലാസും പുത്തൻ വൈപ്പറുമാണ്. എന്നിട്ട് അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വർക്ക് കറക്റ്റ് ആവണില്ല. അപ്പോഴത്തെ ശരിയാണോ? ഓക്കെ. മഴക്കാലമാകുമ്പോഴേ ഏറ്റവും അധികം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഹൈവേയിലേക്ക് കയറി ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ഒന്ന് സ്പീഡിൽ പോയിട്ടും സാധാ പോലെ ചവിട്ടിയിട്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതുപോലെ ഓടി വരുമ്പോൾ വീല് ചൂടാവുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ. ഓടിക്കുമ്പോഴത്തെ സുഖം വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മളങ്ങനെ വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് ഇനി വേറെ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി നമ്മുടെ ഓയിലിൻ്റെ കേജിൽ അളവും കൂടി ഒന്ന് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. അപ്പോൾ അതുകൂടി ഒന്ന് കയറ്റി നിർത്തി നോക്കട്ടെ. ഈ ടാഗ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പോയത്. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നും ആവില്ല. ഇനി ഇതിൻ്റെ കളർ മാറും, ഇനി പച്ചയാവും. അതായത് വർക്ക് കംപ്ലീറ്റഡ് ഡെലിവറിന്നോ അങ്ങനെ എന്താ കണ്ട് ഞാൻ മറന്നുപോയി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയുള്ളൊരു ബോർഡാണ് കണ്ടത്. അപ്പം ഇനി ഓക്കെ ആയി. അത് ഇടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലായി കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ വീൽ കപ്പ് ഫിറ്റ് ചെയ്യാൻ ഇത്തിരി ടഫാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയും കണ്ടും
ഫിറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നോക്കി കറക്റ്റായിട്ട് എല്ലാ വീലും ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞു, ഈ സൈഡിലും കഴിഞ്ഞു. ഇനി ബില്ല് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ബാക്കി എനിക്ക് തോന്നുന്നു ഈ സൈഡിലെയും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു, ഇത് നമ്മൾ നോക്കി ഫിറ്റ് ചെയ്യണം. നോക്കി ഫിറ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പലരും പല ആംഗിളിൽ നിൽക്കും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ടയറിൻ്റെ കേസാണ് അടുത്തതായിട്ടൊന്ന് നോക്കാനുള്ളത്. ഈ ടയർ നമുക്ക് മറച്ച് നിറയ്ക്കണം, അതാണ് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബില്ലിൻ്റെ സെക്ഷനിലേക്ക് പോട്ടേട്ടാ. ഇവിടുത്തെ ഫുള്ള് പരിപാടി കഴിഞ്ഞു. ബില്ലും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ശരിക്കും 25,500 ഇത്രയും കണ്ടാണ് ബില്ല് വന്നത്. നമ്മളുടെ 4 വീല് ഗ്രീസ് മാറി, മറ്റേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അല്ലറ ചില്ലറ സംഭവങ്ങൾ, ഗിയറിൻ്റെ അതും പിന്നെ അത് മറ്റേ സാധനം മാറ്റി വെച്ചിട്ടുള്ള എൻ്റെ ലേബറും അങ്ങനെയുള്ള എല്ലാ സംഭവം കൂടി 25. പ്രതീക്ഷിച്ച പോലെ വലിയ ചെലവ് വന്നില്ല അല്ലേ? അതിന് ചെലവ് വന്നില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാറ്റിയിട്ടില്ല. ഓയിൽ മാറ്റണം എന്തായാലും. ഇതിപ്പോൾ നമ്മളോട് ഒരു 2-3 ട്രിപ്പ് ഓടിയിട്ട് ഓയിൽ കൂടുകയോ കുറവോ അങ്ങനെ വരണ്ടോ എന്നുള്ള വേരിയേഷൻ നോക്കിയതിന് ശേഷം മാറാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു 20,000 രൂപ നമ്മൾ കണക്കൂട്ടി വന്നിട്ടില്ലല്ലോ. അതെന്താ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ബെയറിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബെയറിങ്ങൾ പോവുക, അതുപോലെ തന്നെ അയക്കുമ്പോൾ ലൈനറുകളൊന്നും ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ പെട്ടേനെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി ആകെ 2 സെറ്റ് മാത്രമാണ് ലൈനർ അടിക്കേണ്ട വന്നിട്ടുള്ളൂ. ബെയറിംഗ് ആണെങ്കിൽ ഒരെണ്ണ പോയിട്ടുള്ളൂ, വേറെ യാതൊന്നിനും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ആകെ അഡീഷണൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റർ മാറ്റേണ്ടത്. ബൂസ്റ്റർ ബെല്ലോ എന്ന് പറഞ്ഞ സാധനമല്ലോ, എയർ കയറിയിട്ട് പൊങ്ങും താഴും ചെയ്യണം, ആ ടയർ പൊങ്ങും താഴും ചെയ്യണം. ആ ബെല്ലോ മാത്രമാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റേണ്ട വന്നത്. പിന്നെ ഗിയറിൻ്റെ നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പൊട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഗിയറിൻ്റെ നോബ് ആകെ 200 സംതിങ് രൂപയുള്ളൂ കേട്ടോ. ആ ഗിയറിൻ്റെ നോബ് എന്തോരം വണ്ടികളിൽ ഞാൻ കണ്ടേക്കണമെന്ന് അറിയോ, ഗിയറിൻ്റെ നോബൊക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായി ഉരുകിയൊക്കെ ഇരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനിയിൽ വന്ന സാധനം മാറ്റിപ്പോകാൻ ഇത്രയ്ക്കുള്ളൂ. സുഖമായിട്ട് നമുക്ക് ഗിയർ ഇടുമ്പോൾ അതൊരു സംതൃപ്തി ഇല്ലെങ്കിൽ പറഞ്ഞ പോലെയല്ലേ, സുഖമായിട്ട് ഗിയർ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നടന്നു വരാൻ നിൽക്കണം. അല്ലെങ്കിൽ ഇതേ വണ്ടി എടുത്ത് വരാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക ലോറി കയറ്റിയിടാനും ഇതിനൊക്കെ മഴ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞ് വർക്ക്ഷോപ്പ് അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് താഴത്തേക്ക് ഇറക്കി ഇറങ്ങി. അപ്പോൾ നാളെ അജീഷോ അല്ലെങ്കിൽ മറ്റവനോ വരും. അപ്പോൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് നമ്മൾ ആ വെൽഡിങ്ങും കഴിഞ്ഞ് നാളെ ഓട്ടം കിട്ടുകയാണെങ്കിൽ നാളെ നമ്മൾ ലോഡ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെൽഡിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ബോഡി കറക്റ്റായിട്ട് അടയിപ്പോൾ അത് അടയുന്നില്ല. പിന്നെ നമുക്കാണെങ്കിൽ അല്ലറ ചില്ലറ 2-3 സ്ഥലത്ത് ഒരു കുഞ്ഞു വെൽഡിങ് കുത്താനുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഡ്രൈവറായിട്ട് വന്ന് വണ്ടി എടുത്ത് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ വിടല്ലേ? എവിടേക്കാണ് നമ്മൾ പോകണേ ഇനി? നമ്മുടെ വീട്ടിലേക്കാ ആണോ? അപ്പോൾ നമുക്ക് വേറെ ഭക്ഷണം വല്ലതും കഴിക്കാൻ എന്തെങ്കിലും വേണോ? വീട്ടിലെ ഭക്ഷണം അതാണ് നീ ഉദ്ദേശിക്കണേ. പക്ഷെ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. ആൽത്തറയിൽ വീണ്ടും നമ്മൾ പോകും. കാരണം വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് ചോറ് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ല. ഈ ചോറ് തിന്നിട്ട് കലോറി കൂട്ടിയിട്ട് എന്ത് കാര്യം? അതിൽ നിന്ന് ഒരു സ്ട്രെങ്ത് കിട്ടില്ല. പൊറോട്ട ആണെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ സംഭവങ്ങൾ കിട്ടും. അപ്പൊ പോവാ നമുക്ക്. ഓക്കെ, ഇതേപോലത്തെ വണ്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ഇവരുടെ കമ്പനിയിൽ നിന്നാണ് നമ്മള് വണ്ടി എടുത്തത്. സെയിം കൂടപ്പുറപ്പില്ലേ? അതെ, 3 വണ്ടി ഇതേപോലെ ഉണ്ടായിരുന്നു. അതിലിപ്പോ ഒരു വണ്ടി നമ്മൾ മേടിച്ചു. ഇത് 2 വണ്ടി കൂടി ഇവരുടെ കയ്യിലുണ്ട്. ഇത് കെയിലേറ്റ് AZ 35, നമ്മുടെ 54, ഇത് 14. 5 മാത്രം മാറി അതിന്റെ ഉള്ളിൽ 1 വന്നു. സെയിം ആ വണ്ടി ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഫ്രണ്ട് കാണിച്ചു തരാൻ വേണ്ടി ഫ്രണ്ട് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി എങ്ങനെയായിരുന്നു വരുന്നത് അതേപോലെയാണ് ഇതിന്റെ ഫ്രണ്ട് വശമിരിക്കുന്നത്. ഇത് കണ്ടു നോക്കിയേ, ഇതേപോലെയായിരുന്നു. ക്ലിയർ അല്ല. കട്ട്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റി അതുപോലെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇഷ്ടം പോലെ. നമ്മുടെ വണ്ടി ശരിക്കും പണി കഴിച്ച് ഇറക്കിയായിരുന്നെങ്കിൽ ശരിക്കും ഓൾട്രേഷൻ വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത്രയാണ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? എങ്ങനെയായാലും സുഖമായിട്ട് ഓടും വണ്ടി, ഒരു കുഴപ്പമില്ല. ഇവര് ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? പിന്നെ അതേപോലെ പേര് ഗുഡ്സ് കാരിയർ എന്നായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള അതേപോലെ ഈ സാധനങ്ങളും എല്ലാം മഡ് റൈസ് നടത്തി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അല്ല, അവർ കോറി വേസ്റ്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. വഴിയെല്ലാം പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. കോറി വേസ്റ്റ് ഇപ്പൊ ഭയങ്കര ടൈറ്റായി കിട്ടാനായിട്ട്, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് കോറി വേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ ഭയങ്കര ടൈറ്റ്. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തീർക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണെങ്കിൽ പടപടപടേ എന്ന് പറഞ്ഞിട്ട് സാധനം അടിച്ചിപ്പോ തീർത്ത് പണിയും തീർത്ത് പോയെന്ന് അവര്. നീതയുടെ ഡോർ അടഞ്ഞിട്ടില്ല. ആ വെള്ളം അവിടെ നിന്ന് വീടിന്റെ ഡോറിന്റെ ഉള്ളിലേക്ക് വീടിനെ കണ്ടിട്ടെങ്കിലും മനസ്സിലാവൂലേ? അതെ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു കമന്റ് കണ്ടായിരുന്നു, ഇത് താൻ റിയൽ മലയാളി.
അഴിച്ചു കളയണില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അടുത്ത ബുധനാഴ്ച ഈ വരുന്ന ബുധനാഴ്ച ഈ സാധനമൊക്കെ ഇപ്പൊ മാറ്റും. കാരണം ബുധനാഴ്ച നമ്മുടെ ഈ താറുകുട്ടനെ കേൾക്കാൻ പോവാണ്. അതന്നെ. അതിനുശേഷം നമ്മൾ അയച്ചു കളയുള്ളൂ. ആരെന്ത് കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യണം. അതിന്റെ ക്യാമറ ബുധനാഴ്ച വരും. അപ്പൊ ബുധനാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ സബ് ഫിറ്റ് ചെയ്യല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുധനാഴ്ചയാണ്. അപ്പൊ ആ സമയം ആകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അയച്ചു കളയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാശമായിട്ട് പിന്നെ നന്നാക്കണേക്കാളും നല്ല നാശാവാണ്ട് സൂക്ഷിക്കുക. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നേരെ നീ കഴിക്കണ്ട, ഇതേ ഞാൻ കഴിച്ചോളാം. നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ വഴി അടച്ചേക്കാണ് കേട്ടോ. അവിടെ ഒരു മരം വീണിട്ട് ക്രെയിനൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് ആ വഴി നമ്മൾ വന്നപ്പോ മെഡിക്കൽ കോളേജിന്റെ സൈഡില് പഴയ മെഡിക്കൽ കോളേജിന്റെ സൈഡിൽ കൊമ്പ് നമ്മുടെ ഇവിടേക്ക് റോട്ടിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന കൊമ്പാണ് വീണത്. ടർബോയ്ക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് നോക്കണം. കണ്ട ടർബോയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കണോ? ടർബോയ്ക്ക് ടിക്കറ്റാ. കണ്ട ഈ മരം നിക്കണുണ്ട്. ഇത് പറയുന്ന കേട്ടോ. ടർബോ സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണോന്ന്. ടർബോ ആണോ? എനിക്ക് ഒരുപാട് പണിയുണ്ട്. ടർബോ കാണണം മമ്മൂട്ടിയുടെ ടർബോ എന്നെ വീട്ടിലാക്കിട്ട് പ്രദക്ഷിണം കണ്ടു പോയിട്ട്.